JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 നടന്ന പരീക്ഷയുടെ PSC പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അത് ഈ പരീക്ഷയ്ക്കും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത്? തടി ഉൽപാദനം. അത് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ല. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത്? ടൈഗ വനമാണ് ഇന്ത്യയുടെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ് അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. പശ്ചിമഘട്ടം യുനെസ്കോയുടെ പൈതൃക സ്ഥലമാണ്. കാരണം പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം എന്താണ്? കാരണം സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളും. അതാണ് ഇതിന്റെ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ. ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലേ. ICFRE. അടുത്ത ക്വസ്റ്റ്യൻ. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങൾ ഏതാണ് സഹായിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലേ. കാർബൺ സംഗ്രഹണം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ, അതായത് പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലേ. റിസർവ് ഫോറസ്റ്റ് ആണ് പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഉൾപ്പെടാത്ത വിഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ. MABയുടെ പൂർണ്ണ രൂപം എന്ത്? MABയുടെ പൂർണ്ണ രൂപം എന്താണ്? മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജീവി ഏത്? താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ്? നീലഗിരി മാർട്ടിൻ ആണല്ലേ. നീലഗിരി മാർട്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഇടുക്കി ജില്ലയാണ് അല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് വർഷമാണ്? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2012 2012. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടിക റെഡ് ലിസ്റ്റിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏത്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടികയിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. അപകടാവസ്ഥ. ഏതാണ്? എൻഡേഞ്ചേർഡ്. അപകടാവസ്ഥ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിൽ എത്ര RAM SAR പ്രദേശങ്ങളുണ്ട്? ഇന്ത്യയിൽ എത്ര RAM SAR പ്രദേശങ്ങളുണ്ട്? ഓപ്ഷൻ ABCD. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 89 എണ്ണം ഉണ്ട് അല്ലേ. 89. വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്? 4 ചാപ്റ്റേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏത് ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 6 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ചാപ്റ്റർ 6. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വന നിയമം 1927 ഡാഷ് ചാപ്റ്ററുകളും ഡാഷ് സെക്ഷനുകളും ഉണ്ട്. ഇന്ത്യൻ വന നിയമം 1927 ഏതാണ് ശരി ഉത്തരം? 13 ചാപ്റ്ററുകളും 96 സെക്ഷൻസും ഉണ്ട്. ഇന്ത്യൻ വന നിയമം 1927 13 ചാപ്റ്ററുകളും 96 സെക്ഷൻസും ഉണ്ട്. ഇന്ത്യയിലെ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980 ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. പ്രൊജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ
ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം. പ്രൊജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി അല്ലേ? 2013 പ്രൊജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം 2013. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്തുക. 4 ഓപ്ഷൻസ്, 4 പ്രസ്താവനകളുണ്ട്. അതിനകത്ത് ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ ബി സി ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ. രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിക്കാൻ വിവരസാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവരസാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. 5 വർഷം 10 ലക്ഷം രൂപ ആണ് നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ. 5 വർഷവും 10 ലക്ഷം രൂപയും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. സൈബർ ടാമ്പറിംഗ് ആണല്ലേ അത്. സൈബർ ടാമ്പറിംഗ്. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റമാണ് സൈബർ ടാമ്പറിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.